പോയിട്ടുള്ള എല്ലാ ഐ സി നമ്മളോട് മാറ്റി സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2030 2025 ഐ സി 3 വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ മാറ്റി സോൾഡർ ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്തിൽ കണ്ടെയ്നറിനൊക്കെ പ്ലേ ചെയ്ത് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സർവീസ് ചെയ്യുന്നത് ഇംപെക്സിൻ്റെ ഒപ്പേര എന്ന് പറഞ്ഞ ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെയാണ് മൊത്തം വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് പവർ വരുന്നുണ്ട്, പക്ഷേ പവർ നിൽക്കുന്നില്ല, വീണ്ടും സ്റ്റാൻഡ് ബൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതെന്താ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ആളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻപുട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ഇൻപുട്ട് ഉണ്ട്, FM ആൻറ്റീന വരുന്നുണ്ട്, അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് വരുന്നുണ്ട്. കൂടാതെ FLFR സറൗണ്ട് ഇൻപുട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ തൊട്ട് താഴെയായിട്ട് 5.1 ഔട്ട്പുട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ തൊട്ടുപുറത്ത് പവർ സ്വിച്ച് ഉണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ മോഡൽ നമ്പർ കാണുന്നുണ്ട്. മോഡലും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒപ്പേര എന്നാണ് മോഡലിൻ്റെ പേര്. എന്നിട്ട് 20 വാട്ട്സിൻ്റെ സബ് ബൂഫറാണ് വരുന്നത്. 20 വാട്ട്സിൻ്റെ സബ് ബൂഫറുണ്ട്. 5 വാട്ട്സിൻ്റെ RMS ഉള്ള 5 സ്പീക്കർ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. 40 ഹെർട്സ് മുതൽ 20 ഹെർട്സ് വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. അപ്പോൾ 1 ഇയർ വാറണ്ടിയിൽ വരുന്ന ഈ ഹോം തിയേറ്ററിൻ്റെ 1 ഇയർ വാറണ്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സർവീസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ അയച്ചു നോക്കാം. ഇവിടെ ഓൾറെഡി സ്ക്രൂ ഒക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓഡിയോ ഐ സി ആയിട്ട് വരുന്നത് നമ്മുടെ 5.1 ഓഡിയോ ഐ സി എന്ന് പറയുന്നത് ഈ ഒരു ഹീറ്റ് സിങ്കിൻ്റെ അടിയിലാണ് വരുന്നത്. ഐ സി 2025 ഇതിൽ ഐ സി വരുന്നത്. അപ്പോൾ ഇതാണ് ഐ സി വരുന്നത്. TDA 2025 ഐ സി വരുന്നത്. അപ്പോൾ ഈ ഐ സി ഒക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഷോർട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ 3 ഐ സി ആണ് ഇങ്ങനത്തെ വരുന്നത്. 2 ഞാൻ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഈ ഐ സി ഓപ്പൺ ആയി പോയിട്ടുണ്ട്. ഈ 2 ഐ സി ഷോർട്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് 2030 ഐ സി ആണ് വരുന്നത് സബ് ബൂഫറിന്. അപ്പോൾ സബ് ബൂഫർ വർക്കിംഗ് അല്ല, സബ് ബൂഫറിൽ ഹമ്മിങ് വരുന്നുണ്ട്. അപ്പോൾ സബ് ബൂഫറിൽ ഹമ്മിങ് വരാനുള്ള കാരണം സബ് ബൂഫറിൻ്റെ കണക്ഷൻ ഇങ്ങനെ വരുന്നുണ്ട്. അത് നേരെ വന്നിട്ട് ഇവിടെ ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐ സിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് നേരെ സബ് ബൂഫറിലേക്ക് പോകുന്നത്. അപ്പോൾ സബ് ബൂഫർ ഹമ്മിങ് വരാനുള്ള കാരണം ഹൈ വോൾട്ടേജ് വന്നിട്ട് നമുക്ക് ഐ സി കംപ്ലൈൻ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഐ സി കംപ്ലൈൻ്റ് ആവുന്ന ടൈമുകളിൽ ചില കാരണങ്ങളിൽ നമുക്കതിൽ വോൾട്ടേജ് ഓവറായിട്ട് കയറും. ഓവറായിട്ട് കയറുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് പവർ സപ്ലൈ എന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് നേരെ വന്നിട്ട് ഐ സി വഴി നേരെ സ്പീക്കറിലേക്ക് പോകും. സ്പീക്കറിലേക്ക് അങ്ങനെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കോയിൽ ഇങ്ങനെ കത്തിപ്പോകും. അപ്പോൾ നമ്മൾ ഹോം തിയേറ്ററൊക്കെ കംപ്ലൈൻറ്റ് വരുന്ന സമയങ്ങളിൽ നമ്മളിങ്ങനെ ഹമ്മിങ് ഒക്കെ കേൾക്കും, ഭയങ്കര എന്നുള്ള മൂഡിൽ കേൾക്കും. ആ ടൈമുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാരണവശാലും നമ്മൾ ഹോം തിയേറ്റർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിക്കരുത്. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൂഫറും കൂടി കത്തിപ്പോകും, വൂഫറിൻ്റെ കോയിൽ കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിൽ ഓരോ സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഫസ്റ്റ് സെക്ഷൻ വന്നിട്ട് പവർ സപ്ലൈ ഇതാണ്. അപ്പോൾ നേരെ നമ്മൾ പവർ കൊടുക്കുന്നു. അവിടെ നേരെ കുറച്ച് ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോയിൽ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, പിന്നെ കപ്പാസിറ്റർ ഫിൽറ്ററിങ് ഉണ്ട്. അങ്ങനെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ളതാണിത്. അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് ബ്രിഡ്ജ് ചെയ്യാണ്. ബ്രിഡ്ജ് ചെയ്തിട്ട് നേരെ നമുക്ക് ഇരുന്ന് ലൈവ് വോൾട്ടേജ് ഫിൽറ്റർ ചെയ്യാണ്. ഇവിടെ 400 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. ഇനി അവിടെ നമ്മൾ പോകുന്നത് നേരെ ആ ഫിൽറ്റർ ചെയ്ത വോൾട്ടേജിൽ പ്ലസ് പോയിൻ്റ് കോയിൽ വഴി മോസ്ഫെറ്റിലേക്ക് കൊടുക്കുക ചെയ്യുക. പിന്നെ ഗ്രൗണ്ട് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ഫോറാണ് നമ്മൾ കാണുന്നത്. ആദ്യമൊക്കെ നമുക്ക് ഹോം തിയേറ്ററിലൊക്കെ വന്നിട്ടുന്ന ട്രാൻസ്ഫോർ ടൈപ്പ് ആയിരുന്നു. ട്രാൻസ്ഫോർ ആകുമ്പോൾ അതിൻ്റെ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഐ സിയിലേക്കൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇതാണ് മൊഡ്യൂൾ വരുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൊഡ്യൂളിൽ വെച്ചിട്ടുള്ള SMD വെച്ചിട്ടുള്ള സർക്യൂട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ കംപ്ലൈൻറ്റ് വന്നാലും ഇതേപോലെ ഹൈ വോൾട്ടേജ് വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ SMD ബോർഡ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. കൂടാതെ മോസ്ഫെറ്റിലേക്കുള്ള കപ്പാസിറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതും ലീക്കേജ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓഡിയോ കൺട്രോളിങ് വരുന്നത് നമുക്കിവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ ഓഡിയോ കൺട്രോളിങ് സെക്ഷനൊക്കെ വരുന്നത് ഹോം തിയേറ്ററിൻ്റെ. പിന്നെ നമുക്കിവിടെ 5 വോൾട്ടേജ് 9 വോൾട്ടേജ് കൺട്രോൾ കാണാം. ഇതിപ്പോൾ വന്നിട്ട് 5 വോൾട്ടേജിൻ്റെ റെഗുലേറ്റർ AC ആണ് വരുന്നത്. പിന്നെ ഇവർ നേരെ വന്നിട്ട് 9 വോൾട്ടിൻ്റെ റെഗുലേറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 2 സെക്ഷനായിട്ടാണ് വോൾട്ടേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നമുക്കും ഇതിൽ മെയിനായിട്ട് വന്നിട്ട് ബ്രിഡ്ജ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് വരുന്നത്. ബ്രിഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 12 എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 15 വോൾട്ട് വരെ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടണം. 12 15 വോൾട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. അത് പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ഫിൽട്ടർ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സെക്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലെ ഓഡിയോ ഔട്ട്, അതായത് ഓഡിയോ ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രീ സെക്ഷൻ, അതായത് നമ്മൾ ഓഡിയോ ഇന്ന് കൊടുക്കുക, ബ്ലൂടൂത്ത് കൊടുക്കുക, ആ സെക്ഷനിലേക്കുള്ള വോൾട്ടേജ് സെപ്പറേറ്റ് കൊടുത്തിരിക്കുകയാണ്. സെപ്പറേറ്റ് കൊടുക്കുന്ന കാരണം എന്ന് വെച്ചാൽ സൗണ്ട് ക്ലാരിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൗണ്ട് ക്ലാരിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു സെക്ഷനിൽ വോൾട്ടേജ് സെപ്പറേറ്റ് ആയിട്ട് 12 വോൾട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 12 2 ബ്രിഡ്ജ് സർക്യൂട്ടാണ് വരുന്നത്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കപ്പാസിറ്റർ സീരിയൽ ചെയ്തിട്ട് ഒരു സൈഡിൽ നെഗറ്റീവും പിന്നെ സെൻറ്ററിൽ 0യും പിന്നെ ഇപ്പുറത്ത് പോസിറ്റീവും കൊടുക്കും. അപ്പോൾ അങ്ങനെ 12 ആയിട്ട് അങ്ങനെ വരും. അപ്പോൾ ആ ഒരു സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മുടെ 20 30 അതേപോലെ 20 25 IC നമുക്കിത് വർക്ക് ചെയ്യിക്കുന്നത്. 20 25 IC ഒക്കെ നമുക്ക് ഇതിൽ ആദ്യത്തെ ക്രിയേറ്റീവ് ഹോം തിയേറ്ററിലൊക്കെ ഓഡിയോ ഔട്ട്പുട്ടിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള IC ആണ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ ഔട്ട്പുട്ടാണ്. എല്ലാ ഫ്രീക്വൻസി അതിലേക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നല്ല സൗണ്ട് ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ 5 വാട്ട്സ് ഔട്ട്പുട്ടേ വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടുള്ളൂ. പിന്നെ നമുക്ക് നോർമലായിട്ട് വർക്ക് ചെയ്യാൻ ഹോം തിയേറ്റർ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. TVക്കൊക്കെ കൊടുക്കാനൊക്കെ അങ്ങനെ ഹെവി വർക്കിങ്ങിന് പറ്റുകയില്ല. അപ്പോൾ ഈ മോഡൽ വന്നിട്ട് 2-3 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ ബോർഡിലാണ് കംപ്ലൈൻറ്റ് വന്നിരുന്നത്. അപ്പോൾ മൊഡ്യൂൾ ബോർഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ ഇതാണ് പവർ സപ്ലൈ. ഇതുണ്ടല്ലോ, ഇവിടെ ഹീറ്റിംഗ് വരുന്നുണ്ട്. ഹീറ്റിംഗ് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഹീറ്റിംഗ് വരുമ്പോൾ ഡ്രൈ സോൾഡർ വരും. കൂടാതെ ഹീറ്റായിട്ട് നമുക്ക് ഇതിലുള്ള കമ്പോണൻസൊക്കെ വീക്കാവും. അപ്പോൾ മോസ്ഫെറ്റ് ഹീറ്റ് ആവുന്നതുകൊണ്ട് ഇവിടെ PCB ചെറുതായിട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. ഹീറ്റ് ആകുന്നതുകൊണ്ട് ചെറുതായിട്ട് കാർബൺ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാലും കുറേ കംപ്ലൈൻറ്റുകളൊക്കെ വരാറുണ്ട്. അതിനോട് ചേർന്നാണ് നമ്മളുടെ മൊഡ്യൂൾ വന്നിട്ടുള്ളത്. അപ്പോൾ മൊഡ്യൂളിന് ഇതുകൊണ്ട് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കൂടാതെ നമുക്കിതിൽ ലാമിനേഷൻ വന്നിട്ടില്ല. ലാമിനേഷൻ വരാത്തതുകൊണ്ട് നമ്മുടെ വീട്ടുകളിൽ പാറ്റ പല്ലി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ കയറി കഴിഞ്ഞാൽ ഇത് ഷോർട്ടാവും. അങ്ങനെ ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് ഇവിടെ വെച്ച് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ സംഭവങ്ങളൊക്കെ കത്തിപ്പോവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സർവീസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും പിന്നീട് കംപ്ലൈൻ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ ഹോം തിയേറ്ററിൻ്റെ ഫ്രണ്ട് പാനലാണ് ഇതിൻ്റെ പ്രോഗ്രാമിങ്ങും റിമോട്ട് കൺട്രോൾ സെക്ഷനൊക്കെ ഉള്ളത്. USB-ൻ്റെ ബോർഡൊക്കെ ഫ്രണ്ട് പാനലാണ് വരുന്നത്. പവർ ഓൺ ആയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ കൊടുത്ത് നോക്കാം. ഇൻപുട്ട് നമുക്ക് നോക്കാം. ഇൻപുട്ടിൽ നമ്മൾ നോക്കുമ്പോൾ X കാണുന്നുണ്ട്, പിന്നെ FM ഉണ്ട്, പിന്നെ USB വരുന്നുണ്ട്, പിന്നെ ബ്ലൂടൂത്ത്. കൂടാതെ 5.1 പ്രോലോജിക്ക് സ്വിച്ച് കാണാം. വോളിയം മൈനസ് പ്ലസ് സ്വിച്ചും ഉണ്ട്. അപ്പോൾ ഹോം തിയേറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ ഹോം തിയേറ്റർ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യുന്നത് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാലും ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ.
അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും പുതിയ പുതിയ വീഡിയോസുകൾ ചെയ്യാനുള്ള താല്പര്യം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.